ഫേസ്ബുക്ക് വഴി നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മൊബൈൽ ആപ്പിൻ്റെയൊക്കെ പ്രൊമോഷൻസ് നടത്താനായിട്ട് പറ്റും. അതുവഴി നമുക്ക് റിസൾട്ട് കിട്ടണം, അതായത് ലീഡ്സ് എടുക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ മെറ്റാ ബിസിനസ് സൂട്ട്, എന്നിട്ട് നമ്മൾ നേരെ ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ ആഡ് അക്കൗണ്ടിലാണ് വന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്യാമ്പയിൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ക്യാമ്പയിൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ് പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഗോൾ എന്താണ്. ഇപ്പോൾ നമുക്ക് ലീഡ്സ് കിട്ടുകയെന്നാണെങ്കിൽ ലീഡ്സിന് വേണ്ടിയുള്ള ക്യാമ്പയിൻസ്, അതേപോലെ ബ്രാൻഡ് അവയർനെസ് ആണെങ്കിൽ ബ്രാൻഡ് അവയർനെസ്സിനുള്ള ക്യാമ്പയിൻസ്, പിന്നെ എൻഗേജ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ എൻഗേജ്മെൻറ്റ്സിനുള്ള ക്യാമ്പയിൻസ്, അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ ആഡ് മാനേജർ ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം ആഡ് മാനേജർ എങ്ങനെയാണ് ഓൺ ആക്കുക എന്നുള്ളത്. അതായത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഒരു ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ, ക്യാമ്പയിൻ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ. അപ്പം എന്ത് ചെയ്യുക, അതിൽ ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക. ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്സ്, ലീഡ്സ്, അതേപോലെ തന്നെ ആപ്പ് പ്രൊമോഷൻ. നമ്മളിപ്പോൾ ഗൂഗിൾ ആഡ്സിലൊക്കെ നമ്മൾ ആപ്പ് പ്രൊമോഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് വഴി നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മൊബൈൽ ആപ്പിൻ്റെയൊക്കെ പ്രൊമോഷൻസ് നടത്താനായിട്ട് പറ്റും. ഇവിടെ സെയിൽസ് എന്ന് പറയാം, നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സെയിൽസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാറ്റലോഗ്സ്, മെസ്സേജിൽ, ഇൻസ്റ്റാഗ്രാമിലേക്ക്, വാട്സപ്പിലേക്ക് ഒക്കെ ആളുകൾ വരുന്ന രീതിയിൽ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ നമ്മൾ നോക്കുന്നത് അവയർനെസ് ആണ്. ഓക്കെ, അപ്പോൾ അവയർനെസ് എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വരിക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാമ്പയിനും ക്രിയേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എല്ലാ ക്യാമ്പയിൻസും ഒരേ രീതി, ഒരു സ്ട്രാറ്റജി അല്ല. നമ്മൾ ഈ ഓരോ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലേലിസ്റ്റ് കഴിഞ്ഞ ഉടനെ പുതിയ കാര്യങ്ങളും സ്ട്രാറ്റജീസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഏത് രീതിയിലാണ് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്താ ക്യാമ്പയിൻ നെയിം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ക്യാമ്പയിൻ നെയിം കൊടുക്കുക. അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ക്യാമ്പയിൻ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാമ്പയിൻ നെയിം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ക്യാമ്പയിൻ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാറ്റഗറീസ്. ഓക്കെ, കാറ്റഗറീസ് എന്നുള്ളതിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് റൺ ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സ്, വെഹിക്കിൾ ലോൺസ്, അതേപോലെ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ആഡ് വഴി ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ താഴത്തെ നമുക്ക് അറിയാൻ പറ്റും എംപ്ലോയ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡാണ്, അത് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇതിലേക്ക് കാണുന്ന എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിൽ നമുക്കറിയാം ആഡ് ഓഫ് ജോബ് ഓഫേഴ്സ്, ഇൻറ്റേൺഷിപ്പ്, അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരും, ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, അത് അങ്ങനത്തെ ആഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഹൗസിങ്, അതായത് വീടും ഒരു പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഹോം ഇൻഷുറൻസ്, അങ്ങനെ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇങ്ങനത്തെ അതുവഴി നമുക്ക് റിസൾട്ട് കിട്ടണം, അതായത് ലീഡ്സ് എടുക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷന് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ ഇഷ്യൂസ്, അതായത് എലക്ഷൻ അതേപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു
വീഡിയോ ആണ് നിങ്ങൾ ഒരു ആഡാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളിത് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് അപ്രൂവ് ആവാൻ കഴിയില്ല, ആഡ് റൺ ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്കുണ്ട് ബൈയിങ് ടൈപ്പ്. അപ്പോൾ നമുക്ക് ഒക്കേഷൻ എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഏത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് തിരഞ്ഞെടുത്തത് നമ്മൾ അവയർനെസ് ആണ്. അപ്പോൾ അതിവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ബഡ്ജറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബഡ്ജറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ലോഡിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അവിടെ കാണാൻ പറ്റും ബഡ്ജറ്റ്. ഇവിടെ നമുക്ക് ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ലൈഫ് ടൈം ബഡ്ജറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് എത്ര രൂപ ആണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ എന്നാണെങ്കിൽ 1000 രൂപയ്ക്ക് ഓടുന്ന പോലെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ താഴത്ത് നമ്മൾ ABC ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം അടുത്ത പേജിലോട്ട് പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ആഡ് നെയിം കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റീച്ച്, അതേപോലെ നമ്പർ ഓഫ് ഇംപ്രഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ ആഡ് എത്ര പേരെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇംപ്രഷൻ. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. എനിക്കിവിടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാനാണെങ്കിൽ അത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ റീച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പേജ്, ഫേസ്ബുക്ക് പേജ്. ഓക്കെ, ആ ഫേസ്ബുക്ക് പേജിൻ്റെ അത് സെലക്ട് ചെയ്യുക, ഏത് പേജാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഷെഡ്യൂള്. ഇപ്പം നമുക്ക് ആഡ് റണ്ണ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് മുതൽ അത് ഏത് ദിവസം വരെയാണ് ഓടേണ്ടത്, ഏത് ഒരു മാസമാണോ 2 ദിവസമാണോ 3 ദിവസമാണോ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് നോക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ഡേറ്റ്, അതിൻ്റെ ടൈം, ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് ഓടേണ്ടത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലുള്ള ആളുകളാണ് ഇത് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കേരള എന്നാണെങ്കിൽ കേരളത്തിലുള്ള ആളുകളെ മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു ഓഡിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓഡിയൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക. അത് നമ്മൾ വേണമെങ്കിൽ ഇതിന് സ്ട്രാറ്റജീസ് നമ്മൾ പഠിപ്പിച്ചു തരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇത് മൂന്നാമത്തെ പേജിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ കണ്ടോ, വീണ്ടും നമ്മൾ മൂന്നാമത്തെ പേജിൻ്റെ ആഡിന് ഒരു പേര് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പേര്. എന്നിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത പേജ് കാണിക്കും, ഫേസ്ബുക്ക് പേജ് കാണിക്കും. അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ എന്താ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കും. ഇവിടെ നമുക്ക് പ്രിവ്യൂ ആഡ് എന്നുണ്ട്, അത് ഓപ്പൺ ആയി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ആഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് കാണിക്കും. ഇവിടെ നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഒന്ന് ക്രിയേറ്റ് ആഡ് യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പോസ്റ്റർ എടുക്കാൻ പറ്റും നമുക്കിങ്ങനെ. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പ്രിവ്യൂ ആയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്കിതിന് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ മെറ്റയുടെ AI ആണ്. ഓക്കെ, നമുക്കിതിന് ഇപ്പോൾ ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റയുടെ AI ഉണ്ട്. അപ്പോൾ മെറ്റ AI നമ്മളെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതായത് ഇതിന് ഡിസ്ക്രിപ്ഷന്, ഇതിന് ക്യാപ്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, മെറ്റ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ
ഗൂഗിൾ ആഡ്സിന് നമുക്ക് എ ഐ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മെറ്റയിൽ നമുക്ക് എ ഐ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫീച്ചേഴ്സും എ ഐ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഇതേപോലെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നേക്കും. പിന്നെ ഇതിപ്പോൾ ഇത്ര സിമ്പിളാണ്. നമ്മളൊരു പോസ്റ്റർ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഐഡിയക്ക് എന്ത് ചെയ്യുക, ഒരു ക്യാപ്ഷനോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഈ നമുക്ക് സജഷൻ വന്നിട്ടുള്ള അത് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടൈമില്ല. അപ്പോൾ ടൈം ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് പോകുന്ന ടൈമാണെങ്കിൽ ഒരുപാട് ടൈം ആവും. നിങ്ങൾക്ക് ഇതെല്ലാം ലൈവ് തന്നെ കാണിച്ചു തരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റിവ്യൂ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും എങ്ങനെ വരിക എന്നുള്ളതും, അതേപോലെ സ്റ്റോറീസിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി, റീല്, അതിലൊക്കെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഏത് രീതിക്കാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ. അതായത് ഇപ്പോൾ ഏത് വേണമെങ്കിൽ സെൻഡ് മെസ്സേജ്, ലേൺ മോർ, പിന്നെ ഒരു ബട്ടനും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ബട്ടനും വേണ്ട, അതങ്ങനെയും കൊടുക്കുക. പിന്നെ സേവ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കിയിട്ട് കൊടുക്കാം. ഈ താഴത്ത് കണ്ടോ ഈ കാണുന്ന ഗ്രീറ്റിംഗ്, അതായത് ഇത് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങളെ ഇതിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ഒരാളെ, അപ്പോൾ ആ ഒരാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അയക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അയാൾ അയക്കുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ബേസിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഇവൻറ്റ് കാര്യങ്ങൾ, ആപ്പ് ഇവൻറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് പറഞ്ഞിരുന്നതായിരിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക ചെയ്യുക. നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അതൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ച് ഗൂഗിൾ ആഡ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഉണ്ട്, ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ റിസൾട്ട്, നമ്മൾ എന്താണ് അതിന് ചോദ്യം, അതിനുള്ള കറക്റ്റ് മറുപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് താഴത്ത് ആയിട്ട് കാണാൻ പറ്റും എന്ത്, പബ്ലിഷ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അതായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബില്ലിങ്ങിൻ്റെ ഇഷ്യൂ വരും. സെയിം സംഭവം തന്നെയാണ് ബില്ല്. നമ്മൾ ഇവിടെ നമ്മുടെ കൺട്രി, അതേപോലെ ഇന്ത്യൻ റുപ്പി എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ടൈം സോൺ ഉണ്ട്. ഓക്കെ, ടൈം സോണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ഏതാണ് നമ്മുടെ ടൈം സോണ്, കൊൽക്കത്ത ഏഷ്യ, ഇതാണ് നമ്മുടെ ടൈം സോൺ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണോ ഈ വീഡിയോ കാണുന്നത് അതിനനുസരിച്ച് ആ കൺട്രിത്തെ ടൈം എന്താണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എന്ത്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ താഴത്ത് നമുക്കറിയാം UPI, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, ഇതേപോലുള്ള UPI ആപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ നോക്കുക, എന്നിട്ട് നമ്മൾ ഏതാണോ നമ്മുടെ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഡ് എന്ത് ചെയ്യും, റണ്ണായി തുടങ്ങും. അതായത് ഒരു റിവ്യൂ ഉണ്ടാവും. നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അതിന് ശേഷമാണ് എന്ത് ചെയ്യുള്ളൂ, ആഡ് റൺ ചെയ്ത് തുടങ്ങുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ബിസിനസ്സിൻ്റെ അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറയും. ബിസിനസ്സിൻ്റെ അഡ്രസ്സ് നമ്മൾ കേരള എന്ന് കൊടുത്ത്, പിന്നെ നമുക്കിവിടെ GST, അതേപോലെ ടാക്സ് ഇൻഫർമേഷൻ, അതില്ലാന്നുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഉള്ളവരാണെന്നെങ്കിൽ എന്ത് ചെയ്യുക, അത് കൊടുക്കാം.
ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ബഡ്ജറ്റ് എത്ര രൂപയാണ് ഇടേണ്ടത് അത് നിങ്ങൾക്ക് ഇടാം. അതായത് ഇപ്പോൾ ഒരു 500 ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഇനി ഒരു 100 രൂപ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഇടാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ ആഡിൽ മിനിമം 500 രൂപ ആണ് ഇടാൻ. ഇതിൽ നമുക്ക് അങ്ങനെയല്ല, ഒരു 100 രൂപ ഇട്ടാലും നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനനുസരിച്ച് റിസൾട്ടിലും വ്യത്യാസം ഉണ്ടാവും, അത് നമുക്കറിയാലോ. ആ രീതിക്കാണ് കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലുള്ള അടുത്ത കുറേ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് വാച്ചിങ്.